ഇന്ന് നമ്മൾ പഠിക്കുന്നത് ചെയിൻ റൂളാണ്. ഫംഗ്ഷൻ വിത്ത് സിംഗിൾ വേരിയബിൾസിൽ നമ്മൾ ചെയിൻ റൂൾ ഇങ്ങനെ കണ്ടു. ഇഫ് w ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വാസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് എക്സ് ഈക്വൽ ടു ജി ഓഫ് ടി വാസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് ടി, then w is a differentiable function of t and is given by the chain rule as dw by dt equal to dw by dx into dx by dt. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഫംഗ്ഷൻ വിത്ത് സിംഗിൾ വേരിയബിൾസിൻ്റെ കേസിൽ ചെയിൻ റൂള് നോക്ക്. ഡബ്ല്യു എക്സിൻ്റെ ഫംഗ്ഷനും എക്സ് ടിയുടെ ഫംഗ്ഷനുമാണ്. സോ നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ഡബ്ല്യു ടിയുടെ ഒരു ഫംഗ്ഷനായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഡബ്ല്യു എക്സിൻ്റെ ഫംഗ്ഷൻ എക്സ് ടിയുടെ ഫംഗ്ഷൻ, അപ്പം ഡബ്ല്യു ടിയുടെ ഫംഗ്ഷനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അതായത് ഡി ഡബ്ല്യു ബൈ ഡി ടി എടുക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി, ഡി ഡബ്ല്യു ബൈ ഡി എക്സ്. ഇവിടെ ഡബ്ല്യുവിന് ഒരു ഒറ്റ വേരിയബിളുള്ളൂ എക്സ്. സോ ഇവിടെ നമുക്ക് ടോട്ടൽ ഡെറിവേറ്റീവ് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് എടുക്കാം. പിന്നെ നോക്കുമ്പോൾ എക്സിന് ടി എന്ന് പറയുന്ന ഒരു വേരിയബിളേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ടോട്ടൽ ഡെറിവേറ്റീവ് ഡി എക്സ് ബൈ ഡി ടി എടുക്കാം. സോ അങ്ങനെ അതിന് രണ്ടിൻ്റെ കൂടെ പ്രൊഡക്റ്റാണ് നമ്മൾ ഡി ഡബ്ല്യു ബൈ ഡി ടി ഈക്വൽ ടു ഡി എക്സ് ബൈ ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. സിമിലർലി നമ്മൾ ചെയിൻ റൂൾ ഫോർ ഫംഗ്ഷൻസ് ഓഫ് ടു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ് കാണുന്നത്. ഇവിടെ വരുമ്പോൾ നോക്കാം, ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണ് ഫംഗ്ഷൻ. സോ ഡബ്ല്യു രണ്ട് വേരിയബിൾസിൻ്റെ ഫംഗ്ഷനാണ്, എക്സും വൈയും ഉണ്ട് ഡബ്ല്യുവിന്. ഇനി എക്സും വൈയും വേറൊരു വേരിയബിളിൻ്റെ ഫംഗ്ഷൻസാണ്, ടിയുടെ ഫംഗ്ഷൻസാണ്. ആ കേസിലാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻഷിയേഷൻ വരുന്നത്. ഇവിടെ നോക്കാം, ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പം ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്. ഇവിടെ രണ്ട് വേരിയബിൾ ഉള്ളതുകൊണ്ട് നമുക്ക് ടോട്ടൽ ഡെറിവേറ്റീവ് വരില്ല. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, പിന്നെ എക്സിന് ടി മാത്രമേ വേരിയബിൾ ഉള്ളൂ, അവിടെ ഡി എക്സ് ബൈ ഡി ടി. അതുപോലെ ഇവിടെ ഡോ ഡബ്ല്യു ബൈ ഡോ വൈ, പിന്നെ ഡി വൈ ബൈ ഡി ടി. സോ ചെയിൻ റൂൾ പറയുന്നത് ഓരോ ലൈനിലൂടെ, ഇതാണ് ഈ ഡയഗ്രത്തിന് വിളിക്കുന്ന പേരാണ് ട്രീ ഡയഗ്രം. ഇതിൽ ഓരോ ലൈനിലൂടെ ഉള്ള ഡിഫറൻഷ്യൽ ടേംസ് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ ഡി ഡബ്ല്യു ബൈ ഡി ടി കിട്ടും. ദാറ്റ് ഈസ് ഡി ഡബ്ല്യു ബൈ ഡി ടി ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ്. അതായത് ഇവിടെ ഡബ്ല്യു എന്നെഴുതി, എഫും ഡബ്ല്യു സെയിം ആണ്, ഡോ എഫ് ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി ആൻഡ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. ഇതാണ് ചെയിൻ റൂൾ. ചെയിൻ റൂൾ വായിക്കാം. ഇഫ് ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഈസ് ഡിഫറൻഷ്യബിൾ ആൻഡ് എക്സ് ആൻഡ് വൈ ആർ ഡിഫറൻഷ്യബിൾ ഫങ്ഷൻസ് ഓഫ് ടി, then w is differentiable as a function of t and dw by dt equal to dou f by dou x into dx by dt plus dou f by dou y into dy by dt. അപ്പോൾ നോക്കുക, f is a differentiable function of x and y and x and y are differentiable functions of t, then w is differentiable function of t and we have the formula. ഇത്രയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ പ്രൂഫ് നോക്കാം. ദ പ്രൂഫ് കൺസിസ്റ്റ് ഓഫ് ഷോയിങ് ദാറ്റ് ഇഫ് എക്സ് ആൻഡ് വൈ ആർ ഡിഫറൻഷ്യബിൾ അറ്റ് ടി ഈക്വൽ ടു ടി നോട്ട്, ദെൻ ഡബ്ല്യു ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ടി നോട്ട് ആൻഡ് ഡി ഡബ്ല്യു ബൈ ഡി ടി അറ്റ് ടി നോട്ട് ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് അറ്റ് ടി നോട്ട് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി അറ്റ് ടി നോട്ട് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ അറ്റ് ടി നോട്ട് ഇൻറ്റു ഡി വൈ ബൈ ഡി ടി അറ്റ് ടി നോട്ട് where p naught equal to x of t naught, y naught y of t naught. അപ്പോൾ നമുക്ക് കാണിക്കേണ്ടത്, നമുക്ക് അസ്യൂം ചെയ്യുന്നത് എന്തൊക്കെയാണ്, എക്സും വൈയും ഡിഫറൻഷ്യബിൾ അറ്റ് എ പോയിൻറ്റ് ടി ഈക്വൽ ടു ടി നോട്ട് എന്ന് അസ്യൂം ചെയ്യുന്നു. നമ്മൾ ടി നോട്ട് എന്ന് പറഞ്ഞാൽ ആർബിട്രറി ആയിട്ടൊരു പോയിൻറ്റ് ചൂസ് ചെയ്തിരിക്കുകയാണ്. ആ പോയിൻറ്റിൽ എക്സും വൈയും ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ഡബ്ല്യു ഡിഫറൻഷ്യബിൾ ആണെന്ന് കാണിക്കുന്നു. പിന്നെ എന്ത് കാണിക്കുന്നു, ഈ ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെന്ന് കാണിക്കുന്നു. വേറെ പി നോട്ട് എന്ന് പറയുന്നത് ടി നോട്ട് എക്സ് ഓഫ് ടി നോട്ട് വൈ ഓഫ് ടി നോട്ടാണ്. കാരണം എക്സും വൈയും ഫങ്ഷൻസ് ഓഫ് ടി ആണ്. ടി ഈക്വൽ ടു ടി നോട്ടിലെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ടി നോട്ട് എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് എക്സ് ഓഫ് ടി നോട്ട് വൈ നോട്ട് ടി നോട്ട് എന്ന് പറയുന്ന പോയിൻ്റാണ്. അവിടെയാണ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ വാല്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ പ്രൂഫിലേക്ക് പോവാം. ലെറ്റ് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ബി and delta w be the increments that result from changing t from t naught to t naught plus delta t. t നോട്ടിലെ ഡിഫറൻഷ്യബിലിറ്റിയാണ് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത്. സോ ടി നോട്ടിൽ നിന്നും ടി നോട്ട് പ്ലസ് ഡെൽറ്റ ടി എന്ന പോയിൻറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസാണ്
ഡെൽറ്റ എക്സ്, ഡെൽറ്റ വൈ, ഡെൽറ്റ ഡബ്ല്യു എന്ന് അസ്യൂം ചെയ്തു. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റിലെ ഒരു അസംഷനായിരുന്നു ഫംഗ്ഷൻ ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഈസ് ഡിഫറൻഷ്യബിൾ. സോ നമുക്ക് 2 വേരിയബിൾ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ എന്ന് പറയുന്നതിൻ്റെ കണ്ടീഷൻ നമുക്ക് ഉണ്ട്. ദാറ്റ് ഈസ് ഡെൽറ്റ ഡബ്ല്യു ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്നാണ്. അവിടെ എഫ് ഡബ്ല്യു മാറി ഉപയോഗിക്കാം. ഡെൽറ്റ ഡബ്ല്യു ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് അറ്റ് പി നോട്ട് ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ അറ്റ് പി നോട്ട് ഇൻറ്റു ഡെൽറ്റ വൈ പ്ലസ് എപ്സിലൺ 1 ഇൻറ്റു ഡെൽറ്റ എക്സ് പ്ലസ് എപ്സിലൺ 2 ഇൻറ്റു ഡെൽറ്റ വൈ വേർ എപ്സിലൺ 1 എപ്സിലൺ 2 ടെൻസ് ടു 0 ആസ് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ടെൻസ് ടു 0. ഇത് നമ്മുടെ ഡിഫറൻഷ്യബിൾ എഫ് അല്ലെങ്കിൽ ഡബ്ല്യു ഡിഫറൻഷ്യബിൾ ആണെന്നുള്ളതിൻ്റെ ഡെഫിനിഷനിൽ നിന്ന് കിട്ടുന്ന കാര്യമാണ്. ഇനി നമുക്ക് കാണിക്കേണ്ടത് എന്താണ്? ഡി ഡബ്ല്യു ബൈ ഡി ടി, അത് ഡബ്ല്യു ഈസ് ഡിഫറൻഷ്യബിൾ അറ്റ് ടി എന്നാണ് കാണിക്കേണ്ടത്. ഡിഫറൻഷ്യബിൾ വിത്ത് റെസ്പെക്ട് ടി എന്നാണ് കാണിക്കേണ്ടത്. സോ നമുക്കറിയാവുന്ന കാര്യം എന്താണ്? ഡി ഡബ്ല്യു ബൈ ഡി ടി ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ ടി ആണെന്ന് അറിയാം. സോ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ഡെൽറ്റ ഡബ്ല്യുവിൻ്റെ ഒരു എക്സ്പ്രഷനാണ് ഇക്വേഷൻ 3യിൽ കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഈ എക്സ്പ്രഷനെ ഡെൽറ്റ ടി വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, അതിനുശേഷം ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഡി ഡബ്ല്യു ബൈ ഡി ടി കിട്ടും. ഓക്കെ, നോക്കാം ഇവിടെ. To get dw by dt, divide equation 3 throughout by delta t and let delta t approach 0. The division gives that ഇവിടെ ഡെൽറ്റ ടി വെച്ച് ഇത് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ ടി ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് അറ്റ് പി നോട്ട് ഇൻറ്റു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ അറ്റ് പി നോട്ട് ഇൻറ്റു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി പ്ലസ് എപ്സിലൺ 1 ഇൻറ്റു ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി പ്ലസ് എപ്സിലൺ 2 ഇൻറ്റു ഡെൽറ്റ വൈ ബൈ ഡെൽറ്റ ടി. സോ ഇനി ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടി നോട്ടിലെ ഡി ഡബ്ല്യു ബൈ ഡി ടിയുടെ വാല്യൂ കിട്ടും. ഓക്കെ, ലിമിറ്റ് സോ ഡി ഡബ്ല്യു ബൈ ഡി ടി അറ്റ് ടി നോട്ട് ഈക്വൽ ടു ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ ഡബ്ല്യു ബൈ ഡെൽറ്റ ടി. ഇന്ന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? ലിമിറ്റ് സമ്മിന് സെപ്പറേറ്റ് സപ്ലൈ കൊടുത്തു. അപ്പോൾ ഇത് ടീനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് കോൺസ്റ്റൻ്റ് പോലെ. ഇതിന് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി എക്സ് ബൈ ഡി ടി അറ്റ് ടി നോട്ടാണ്. സോ ഡി എക്സ് ബൈ ഡി ടി അറ്റ് ടി നോട്ട് പ്ലസ് അതുപോലെ ഇവിടെ ഡി വൈ ബൈ ഡി ടി അറ്റ് ടി നോട്ടായി മാറി. ഇത് എപ്സിലൺ 1 എന്താവും നോക്കാം. ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് പറയുമ്പോൾ ടി നോട്ട് പ്ലസ് ഡെൽറ്റ ടി ടെൻസ് ടു ടി നോട്ടാണ് ആണല്ലോ. ഡെൽറ്റ ടി ടെൻസ് ടു 0 ആണ്. സോ ടി നോട്ട് പ്ലസ് ഡെൽറ്റ ടി ടെൻസ് ടു ടി നോട്ടാണ്. ദാറ്റ് ഈസ് അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഡിഫറൻസ് ഇല്ലാതാവുകയാണ്. അപ്പം ചേഞ്ച് ഇൻ ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞാൽ ടി നോട്ടിൽ നിന്ന് ടി നോട്ട് പ്ലസ് ഡെൽറ്റ ടിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഉള്ള ഫംഗ്ഷൻ വാല്യൂവിൽ അല്ല എക്സിൻ്റെ വൈയിലും ഒക്കെ ഉണ്ടാകുന്ന ഡിഫറൻസ് ആണ് ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈക്ക്. അതൊക്കെ എന്താവും? അതെല്ലാം 0 ആയി പോകും. കാരണം ടി നോട്ട് പ്ലസ് ഡെൽറ്റ ടിയിൽ നിന്ന് ടി നോട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു. സോ ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ഒക്കെ ടെൻസ് ടു 0 ആണ്. സോ ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ടെൻസ് ടു 0 ആകുമ്പോൾ എപ്സിലൺ 1 എപ്സിലൺ 2 ടെൻസ് ടു 0 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? ആ ഡെൽറ്റ ടി ടെൻസ് ടു 0 ഇത് 0 ആയി. ഇത് എന്ത് കിട്ടി? ഡി എക്സ് ബൈ ഡി ടി അറ്റ് ടി നോട്ട് 0 ഇൻറ്റു ഡി വൈ ബൈ ഡി ടി അറ്റ് ടി നോട്ട് വന്നു. മറ്റേ ഈ ടേംസ് ഒക്കെ പോയി. പിന്നെ മിച്ചമുള്ളത് എന്താണ്? ഡി ഡബ്ല്യു ബൈ ഡി ടി അറ്റ് ടി നോട്ട് ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് അറ്റ് പി നോട്ട് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി അറ്റ് ടി നോട്ട് പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ അറ്റ് പി നോട്ട് ഇൻറ്റു ഡി വൈ ബൈ ഡി ടി അറ്റ് ടി നോട്ട്. ദാറ്റ് ഈസ് ഡബ്ല്യു ഈസ് ഡിഫറൻഷ്യബിൾ വിത്ത് റെസ്പെക്ട് ടി അറ്റ് ടി നോട്ട്. ദിസ് കംപ്ലീറ്റ്സ് ദ പ്രൂഫ്. സോ ചെയിൻ റൂൾ ഓർത്ത് വയ്ക്കുക. ഡി ഡബ്ല്യു ബൈ ഡി ടി അറ്റ് ടി നോട്ട് ഈക്വൽ ടു ഡോ എഫ് ബൈ ഡോ എക്സ് അറ്റ് പോയിൻറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി അറ്റ് ടി നോട്ട് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ അറ്റ് എക്സ് നോട്ട് വൈ നോട്ട് ഇൻറ്റു ഡി വൈ ബൈ ഡി ടി ഇൻറ്റു ടി നോട്ട്. വേറെ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് പറഞ്ഞാൽ എക്സ് ഓഫ് ടി നോട്ട് വൈ ഓഫ് ടി നോട്ട് എന്നുള്ളതിനാണ് നമ്മളിവിടെ എക്സ് നോട്ട് വൈ നോട്ട് എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇതാണ് ചെയിൻ റൂള്. സോ ഇതെപ്പോഴാണ്? ഡബ്ല്യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആൻഡ് എക്സ് ആൻഡ് വൈ ആർ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻസ് ഓഫ് ടി. ദെൻ ഡബ്ല്യു ഈസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് ടി. ട്രീ ആണ്. അതിന് എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ ട്രീ ഡയഗ്രാം വരച്ച് ഓർത്ത് വയ്ക്കാൻ വേണ്ടി.
അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. യൂസ് ദ ചെയിൻ റൂൾ ടു ഫൈൻഡ് ദ ഡെറിവേറ്റീവ് ഓഫ് w ഈക്വൽ ടു എക്സ് വൈ വിത്ത് റെസ്പെക്ട് ടു ടി അലോങ് ദ പാത്ത് എക്സ് ഈക്വൽ ടു കോസ് ടി വൈ ഈക്വൽ ടു സൈൻ ടി. വാട്ട് ഈസ് ദ ഡെറിവേറ്റീവ്സ് വാല്യൂ അറ്റ് ടി ഈക്വൽ ടു 5/2. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് തന്നിട്ടുണ്ട് w ഈക്വൽ ടു എക്സിൻ്റെ വൈയുടെ ഫംഗ്ഷനായിട്ട് w ഈക്വൽ ടു എക്സ് വൈ എന്നും പിന്നെ എക്സും വൈയും ടിയുടെ ഫംഗ്ഷൻസാണ്. എക്സ് ഈക്വൽ ടു കോസ് ടി വൈ ഈക്വൽ ടു സൈൻ ടിയും തന്നിട്ടുണ്ട്. എന്നിട്ട് വിത്ത് റെസ്പെക്ട് ടു ടി ഡബ്ല്യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ dw/dt കണ്ടുപിടിക്കണം. അത് നമുക്ക് ചെയിൻ റൂൾ ഉപയോഗിച്ച് കണ്ടുപിടിക്കേണ്ട, കാരണം ഇത് ചെയിൻ റൂൾ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. dw/dt ഈക്വൽ ടു ∂w/x ഇൻറ്റു dx/dt പ്ലസ് ∂w/y ഇൻറ്റു dy/dt. സോ അതായത് w ഉണ്ട്. w ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. ആൻഡ് എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആർ ഫംഗ്ഷൻസ് ഓഫ് ടി ആണ്. സോ ഇതാണ് നമ്മുടെ ഫ്രീ ഡയഗ്രാം. അപ്പം നമ്മളിവിടെ ആദ്യം ∂w/x കാണുന്നു, പിന്നെ dx/dt കാണുന്നു, അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് ∂w/y കാണുന്നു, പിന്നെ dy/dt കാണുന്നു, അത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് dw/dt കിട്ടുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം w ഈക്വൽ ടു എക്സ് ഈക്വൽ ടു കോസ് ടി വൈ ഈക്വൽ ടു സൈൻ ടി ആണ്. ∂w/x ഈക്വൽ ടു ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വി ഗെറ്റ് വൈ. ∂w/y ഈക്വൽ ടു എക്സ്. dx/dt ഈസ് കോസ് ടിയുടെ ഡിഫറൻഷ്യേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി വി ഗെറ്റ് മൈനസ് സൈൻ ടി. dy/dt ഈക്വൽ ടു കോസ് ടി. So substituting we get dw/dt equal to y into minus sin t plus x into cos t, that is cos square t minus sin square t, that is cos 2t. അപ്പോൾ dw/dt in terms of t cos 2t എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ dw/dt at t equal to 5/2 ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ t equal to 5/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് cos 5 which is equal to -1 എന്ന് കിട്ടുന്നു. ഓക്കെ, ഇത് ഇത്രേ ഉള്ളൂ. ഇനി ഇതിൻ്റെ എക്സസൈസ് പ്രോബ്ലംസ് പിന്നെ ചെയ്യാം. ഇനി അടുത്തത് ചെയിൻ റൂൾ ഫോർ ഫങ്ഷൻസ് ഓഫ് 3 വേരിയബിൾസ്. മാറ്റമൊന്നുമില്ല. ഇവിടെ നമ്മൾ എക്സ് വൈ 2 വേരിയബിൾസിൻ്റെ ഫംഗ്ഷനായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഫംഗ്ഷൻ 3 വേരിയബിൾസിൻ്റെ ഫംഗ്ഷനായി. എക്സ് വൈ ഇസഡ് 3 വേരിയബിൾസ് ഉള്ള ഫംഗ്ഷനായി. അപ്പോൾ എന്ത് വരും നോക്കാം. If w equal to f of x, y, z is differentiable and x, y and z are differentiable functions of t, then w is differentiable function of t and എന്തായിരിക്കും നമുക്കുണ്ടാവുക? ഫിഗർ ഒന്ന് വരച്ച് നോക്കിയാൽ മതി. അതായത് w ഉണ്ട്, പിന്നെ w is a function of x, y and z. ഇനി എക്സ് വൈ ഇസഡ് ഇതെല്ലാം എന്തിൻ്റെ ഫംഗ്ഷനാണ്? ടിയുടെ ഫംഗ്ഷനാണ്. സോ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇവിടെ എന്ത് വേണം? ∂w/x. പിന്നെ ഇവിടെ ഒരു ഫംഗ്ഷനേ ഉള്ളൂ, ഒരു വേരിയബിളേ ഉള്ളൂ. സോ ഇവിടെ dx/dt ആണ്. ഇവിടെ ∂w/y, ഇവിടെ dy/dt, ഇവിടെ ∂w/z, ഇവിടെ dz/dt. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഓരോ ലൈൻ വൈസ് പ്രോഡക്റ്റ് എടുത്ത് സം ചെയ്താൽ മതി. സോ w/x ഇൻറ്റു dx/dt പ്ലസ് w/y ഇൻറ്റു dy/dt പ്ലസ് w/z ഇൻറ്റു dz/dt. അതായിരിക്കും dw/dtയുടെ വാല്യൂ വരിക. സോ ഇത് നമ്മൾ മുമ്പേ കണ്ട ചെയിൻ റൂൾ പോലെ തന്നെ ഇവിടെ ഫംഗ്ഷൻ്റെ വേരിയബിൾസ് ഒരെണ്ണം കൂടെ എക്സ്ട്രാ വന്നു. സോ അതുകൂടെ ആഡ് ചെയ്യുക എന്നുള്ളൂ. ഇവിടെ ഫിഗർ നന്നായിട്ട് വരച്ചിട്ടുണ്ട്, നോക്കാം. പിന്നെ അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുണ്ട്. dw/dt ഈക്വൽ ടു ∂f/x ഇൻറ്റു dx/dt പ്ലസ് ∂f/y ഇൻറ്റു dy/dt പ്ലസ് ∂f/z ഇൻറ്റു dz/dt. ഇനി ഒരു പ്രോബ്ലം കാണാം. ഫൈൻഡ് dw/dt ഇഫ് w ഈക്വൽ ടു xy പ്ലസ് z വേർ x ഈക്വൽ ടു cos t, y ഈക്വൽ ടു sin t, z ഈക്വൽ ടു t. ഫൈൻഡ് ദ വാല്യൂ ഓഫ് ദ ഡെറിവേറ്റീവ് അറ്റ് t ഈക്വൽ ടു 0. സോ നമുക്ക് ചെയിൻ റൂളാണ്. dw/dt ഈക്വൽ ടു ഇതാണ് ചെയിൻ റൂള്. സോ ഇനി നമ്മൾ ഓരോന്ന് എടുത്തെടുത്ത് എഴുതണമെന്നില്ല, നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ വേണമെങ്കിൽ ചെയ്തു പോകാം. ∂w/x, അതായത് ഡബ്ല്യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്നു. ഇതിന് ചെയ്യുമ്പോൾ y എന്ന് കിട്ടുന്നു, y ഇൻറ്റു dx/dt. അപ്പം മൈനസ് സൈൻ ടി പ്ലസ് ∂w/y, ദറ്റ് ഈസ് എക്സ് ഇൻറ്റു
dy by dt, that is sin t derivative cos t, plus dou w by dou z, that is 1, and here dz by dt 1. സോ നമുക്ക് ഉത്തരം എന്ത് കിട്ടി? cos square t minus sin square t plus 1, that is 1 plus cos to t. So dw by dt equal to 1 plus cos to t. So evaluating at t equal to 0, we get 1 plus cos 0, which is equal to 2. ഈ ട്രീ ഡയഗ്രത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കാം. നമ്മൾ ഇവിടെ നോക്കാം, ഈ ഡബ്ല്യൂനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഡബ്ല്യു ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. ഡബ്ല്യു ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ എക്സ് വൈ ഇസഡ് ഒക്കെയാണ്. സോ ഡബ്ല്യു ഈസ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ഇനി എക്സ് വൈ ഇസഡ് ഡബ്ല്യുവിനെ സംബന്ധിച്ച് എന്താണ്, അതിൻ്റെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. പക്ഷേ ടിയെ സംബന്ധിച്ച് അത് അതിൻ്റെ ഡിപ്പെൻഡൻറ്റ് വേരിയബിളാണ്. സോ എക്സ് വൈ ഇസഡിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻ്റർമീഡിയറ്റ് വേരിയബിൾസ്. ടി എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. ഓക്കെ, അപ്പം ഓക്കെ, ഇത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇവിടെ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റ് വേരിയബിൾസ്, ടി ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ. സോ ഈ ചെയിൻ റൂൾ എന്തിനായിരുന്നു? എ ഫംഗ്ഷൻ വിത്ത് 3 ഇൻ്റർമീഡിയറ്റ് വേരിയബിൾസ് ആൻഡ് 1 ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിരുന്നു നമ്മളിപ്പോൾ കണ്ട ചെയിൻ റൂള്. മുമ്പ് കണ്ടതാണെങ്കിൽ എ ഫംഗ്ഷൻ വിത്ത് 2 ഇൻ്റർമീഡിയറ്റ് വേരിയബിൾസ് ആൻഡ് 1 ഇൻഡിപെൻഡൻറ്റ് വേരിയബിളായിരുന്നു. ഇനി നമ്മൾ അടുത്തത് കാണാൻ പോകുന്നത് എ ഫംഗ്ഷൻ വിത്ത് 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആൻഡ് 3 ഇൻ്റർമീഡിയറ്റ് വേരിയബിൾസിൻ്റെ എങ്ങനെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യാം എന്നാണ്. ഇവിടെ നോക്കുക, ചെയിൻ റൂൾ ഫോർ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്, അതായത് ഏറ്റവും ബോട്ടത്തിൽ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട് ആൻഡ് 3 ഇൻ്റർമീഡിയറ്റ് വേരിയബിൾസ്. സോ ഡബ്ല്യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് ഇസഡ്, ദെൻ എക്സ് വൈ ഇസഡ്, ഇതെല്ലാം എന്താണ്? എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് എസ്, വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് എസ്, ഇസഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് എസ്. അങ്ങനെ വരുന്ന കേസിലാണ് നമ്മൾ ഈ ചെയിൻ റൂൾ വരിക. ഇവിടെ നോക്കുക, അപ്പം നമുക്ക് ഡി ഡബ്ല്യു ബൈ ഡി ആറിനോ ഡി ഡബ്ല്യു ബൈ ഡി എസ് എന്നോ പറയാൻ പറ്റില്ല, കാരണം ഇവിടെ 2 വേരിയബിൾസ് ഉണ്ട്. സോ നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ ആറും ഡോ ഡബ്ല്യു ബൈ ഡോ എസ്, അങ്ങനെ 2 എണ്ണം കണ്ടുപിടിക്കാം. സോ ഡോ ഡബ്ല്യു ബൈ ഡോ ആർ കാണുമ്പോൾ ഇങ്ങനെ ഇരിക്കും അതിൻ്റെ ട്രീ ഡയഗ്രാം. നോക്കുക, ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ്, എക്സ് വൈ ഇസഡ്, എക്സ് വൈ ഇസഡും ആറിൻ്റെ ടേംസിൽ. സോ നമുക്ക് ഇവിടെ ഇതെല്ലാം എന്ത് ആറിൻ്റെ എസിൻ്റെയും ഫങ്ഷൻസാണ് എക്സ് വൈ ഇസഡ്. ഇവിടെ എല്ലാം അപ്പോൾ പാർഷ്യൽ ഡെറിവേറ്റീവ്സേ വരുള്ളൂ. സോ ഇതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു ആർ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ നോക്കാം, ഡബ്ല്യു വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ആണ്, കാരണം ഡബ്ല്യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ആൻഡ് ഇസഡ്. സോ ഇവിടെ എല്ലാം പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആണ് വരിക. അതുപോലെ ഇവിടെ നോക്കാം, എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് എസ് ആണ്. സോ ഇവിടെ എന്താണ്? പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ് വരിക. മുമ്പിലത്തെ കേസിലൊക്കെ എക്സ് വൈ ഇസഡൊക്കെ ഫംഗ്ഷൻ ഓഫ് എ സിംഗിൾ വേരിയബിൾ ടി ആയിരുന്നു. സോ നമുക്കവിടെ ഡി എക്സ് ബൈ ഡി ടി, ഡി വൈ ബൈ ഡി ടി, ഡി ഇസഡ് ബൈ ഡി ടി എന്ന് എടുക്കാമായിരുന്നു. ഇവിടെ നോക്കാം, എക്സ് വൈ ഇസഡൊക്കെ ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് എസ് ആണ്. സോ എന്ത് വരില്ല? ടോട്ടൽ ഡെറിവേറ്റീവ് അല്ല, ഇവിടെ ഡോ എക്സ് ബൈ ഡോ ആർ ആണ് വരിക. അതുപോലെ ഇവിടെ ഡി വൈ ബൈ ഡോ വൈ ബൈ ഡോ ആർ, ഡോ ഇസഡ് ബൈ ഡോ ആർ. സോ ഡോ ഡബ്ല്യു ബൈ ഡോ ആറിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡോ ഡബ്ല്യു ബൈ ഡോ ആർ ഈക്വൽ ടു ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ വൈ ഇൻറ്റു ഡോ വൈ ബൈ ഡോ ആർ പ്ലസ് ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ ആർ. ഈ സമ്മായിരിക്കും എന്ത്? ഡോ ഡബ്ല്യു ബൈ ഡോ ആർ. സിമിലർലി നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് കാണാം, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ബൈ ഡോ എസ്, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ, ഡോ വൈ ബൈ ഡോ എസ്, ഡോ ഡബ്ല്യു ബൈ ഡോ ഇസഡ് ബൈ ഡോ എസ്. സോ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ എന്ത് വരുന്നു? ഡോ ഡബ്ല്യു ബൈ ഡോ എസ് കിട്ടുന്നു. ഇവിടെ നോക്കാം, ഇവിടെ എഴുതിയിരിക്കുന്നത് എഫ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ് ആയിരുന്നു. പക്ഷേ എക്സ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് എസ് ആണ്. ജി ഓഫ് ആർ എസ് ആണ് എക്സ്, വൈ ഇസ് എ ഫംഗ്ഷൻ ഓഫ് ആർ എസ്, എച്ച് ഓഫ് ആർ എസ്, ഇസഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് കെ ഓഫ് ആർ എസ്. അതാണ് നമ്മളിവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഡബ്ല്യു ഈക്വൽ ടു സം എഫ് ഓഫ് ജി ഓഫ് ആർ എസ് എച്ച് ഓഫ് ആർ എസ് കെ ഓഫ് ആർ എസ്. അപ്പം ടോട്ടലി നോക്കുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? ഡബ്ല്യു ഇസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് എസ് എന്ന് പറയാൻ പറ്റും. സോ ഡോ ഡബ്ല്യു ബൈ ഡോ ആർ, ഡോ ഡബ്ല്യു ഡോ എസ് ഇതുപോലെ കണ്ടുപിടിക്കാം. ഇതാണ് ചെയിൻ റൂൾ ഫോർ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആൻഡ് 3 ഇൻ്റർമീഡിയറ്റ് വേരിയബിൾസ്. അതിൻ്റെ ഡെഫിനിഷനായിട്ട് കാണാം. ചെയിൻ റൂൾ ഫോർ 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആൻഡ് 3 ഇൻ്റർമീഡിയറ്റ് വേരിയബിൾസ്.
Suppose that W equal to f of x y z, x equal to g of rs, y equal to h of rs, z equal to k of rs. If all functions are differentiable, then W has partial derivatives with respect to r and s given by the formulas. Dou w by dou r equal to dou w by dou x into dou x by dou r plus dou w by dou y into dou y by dou r plus dou w by dou z into dou z by dou r. And dou w by dou s equal to dou w by dou x into dou x by dou s plus dou w by dou y into dou y by dou s plus dou w by dou z into dou z by dou s. നമ്മൾ മുമ്പ് ഡയഗ്രാം കണ്ടതാണ് ഇതിൻ്റെ. സോ എത്രയേ ഉള്ളൂ. ഇനി എക്സാമ്പിൾ നോക്കാം. Express dou w by dou r plus dou w by dou s in terms of r and s if w equal to x plus 2y plus z square, and x equal to r by s, y equal to r square plus log s, and z equal to 2r. സോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫോർമുല മനപ്പാടമാക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം w ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ് ആണ്. എക്സ് വൈ ഇസഡ് വേറെ ആറിൻ്റെ എസിൻ്റെ ഫംഗ്ഷൻസ് ആയിട്ട് തന്നിട്ടുണ്ട്. സോ ഡോ w ബൈ ഡോ ആർ കാണാൻ പറയുമ്പോൾ എന്ത് ചെയ്യുക, ഡോ w ബൈ ഡോ എക്സ് ഡോ എക്സ് ബൈ ഡോ ആർ, അത് ആ ഒരു പാറ്റേൺ അങ്ങ് ഫോളോ ചെയ്താൽ മതി. നോക്കാം. ഡോ w ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ w ബൈ ഡോ ആർ ഈക്വൽ ടു ഡോ w ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ പ്ലസ് ഇക്വേഷൻ എഴുതി. ഇനി ഡോ w ബൈ ഡോ എക്സ് ഈസ് 1, ഡോ എക്സ് ബൈ ഡോ ആർ ഈസ് ആറിനെ വിത്ത് റെസ്പെക്ട് ടു ആർ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സോ ഇവിടെ 1/s എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. സോ 1/s ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ എന്ന് പറയുന്നത് 1 ആണ്. സോ 1/s പ്ലസ് 2 ഇൻറ്റു ഡോ w ബൈ ഡോ y ഈസ് 2 and dou y by dou r is 2r and dou is w by dou z is 2z and dou z by dou r is 2. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് എന്ത് കിട്ടി, ഇവിടെ നോക്കാം. ഇവിടെ ഇസഡിൻ്റെ ടൈം വന്നിട്ടുണ്ട്. ഇസഡിന് പകരം നമുക്ക് 2r എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇസഡ് ഈക്വൽ ടു 2r. സോ ഇവിടെ 2r സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ സം ചെയ്ത് 12r പ്ലസ് 1/s എന്ന് കിട്ടി. അതുപോലെ ഡോ w ബൈ ഡോ എക്സ് കാണാൻ നമുക്ക് ഇത് ഡോ w ബൈ ഡോ എക്സ് 1 ആണ്. ഇനി ഡോ എക്സ് ബൈ ഡോ എസ് കാണണം. ഇത് നോക്കുക, എക്സ് എന്ന് പറയുന്നത് r/s ആണ്, ഡോ എക്സ് ബൈ ഡോ എസ് ആണ്. അപ്പോൾ 1s ആണ് ഇവിടുത്തെ വേരിയബിൾ. r എന്ന് പറയുന്നത് ഇവിടെ കോൺസ്റ്റൻ്റ് ആണ്. സോ r ഇൻറ്റു 1/sൻ്റെ ഡെറിവേറ്റീവ്, 1/sൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 1/s സ്ക്വയർ ആണ്. സോ മൈനസ് r/s സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1/s, log s-ൻ്റെ ഡെറിവേറ്റീവ് 1/s പ്ലസ് 2z ഇൻറ്റു ഇവിടെ എസിൻ്റെ വേരിയബിൾ ഇല്ല. സോ ഇതിൻ്റെ ഡെറിവേറ്റീവ് 0. സോ 2/s മൈനസ് r/s സ്ക്വയർ ആണ് ഡോ w ബൈ ഡോ എസ് കിട്ടുന്നത്. ഇനി അടുത്ത് നോട്ടായിട്ട് എഴുതിയിട്ടുണ്ട്. ഇതേ ഫംഗ്ഷൻ ഇവിടെ നമ്മൾ 3 ഇൻ്റർമീഡിയറ്റ് വേരിയബിൾസ് പറഞ്ഞു. ഇനി ഇതിൻ്റെ കേസിൽ ഇവിടെ 2 ഇൻ്റർമീഡിയറ്റ് വേരിയബിൾസേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ ആ ഇസിഡൻ്റ് ടേംസ് എഴുതണ്ട എന്നേ ഉള്ളൂ. ഇഫ് w equal to f of x y, x equal to g of rs, y equal to h of rs, then dou w by dou r equal to dou w by dou x into dou x by dou r plus dou w by dou y into dou y by dou r. അവിടെ കൊണ്ട് നിന്നു പോകും. ഇവിടെ ഇസഡ് കൂടെ ഉണ്ടായിരുന്നു. ഇസഡ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് എസ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളിവിടെ ഇസഡിൻ്റെ ടേം വരുന്നുള്ളൂ. ഇസഡ് ഇല്ലെങ്കിൽ നമ്മൾ ഇസഡിൻ്റെ ടേം എഴുതുന്നില്ല. അത്രയും വ്യത്യാസമുള്ളൂ. dou w by dou is equal to dou w by dou x into dou x by dou s plus dou w by dou y into dou y by dou s. ഒരു എക്സാമ്പിൾ കാണാം. എക്സ്പ്രസ് dou w by dou r and dou w by dou s in terms of r and s if w equal to x square plus y square, x equal to r minus s and y equal to r plus s. So dou w by dou r is, നോക്കാം ഇവിടെ ഫംഗ്ഷൻ w is a function of x and y are functions of r and s. So 2 intermediate variables, 2 independent variables. So dou w by dou r equal to dou w by dou x into dou x by dou r plus dou w by dou y into dou y by dou r. Dou w by dou x is 2x, dou x by dou r is 1 plus dou w by dou y is 2y plus into dou y by dou r is 1. So
ആഡിങ് വി ഗെറ്റ് ദാറ്റ് ഈസ് 4r എന്ന് കിട്ടി. അതേപോലെ ഇവിടെ നോക്കുക എക്സ് വന്നിട്ടുണ്ടായിരുന്നു, എക്സിന് പകരം എന്ത് കൊടുക്കുക, എക്സ് ഈസ് r മൈനസ് എസ്, വൈ ഈസ് r പ്ലസ് എസ്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് ഫൈനലി 4r എന്ന് കിട്ടി. സോ സിമിലർലി ഡോ w ബൈ ഡോ എസ് ഈസ് ഗിവൺ ബൈ 4s. വി ഗെറ്റ് 4s by substituting by differentiating and then substituting. എക്സിന് പകരം r മൈനസ് എസ്, വൈക്ക് പകരം r പ്ലസ് എസ്. സോ ഇനി അടുത്തത് if w equal to f of x and x is a function of g of rs, then dou w by dou r is dw by dx into dou x by dou r, and dou w by dou s equal to dw by dx into dou x by dou s. ഇത് എന്താണ്, ഇവിടെ w എന്ന് പറയുന്ന ഫങ്ഷൻ ഓഫ് എക്സ് മാത്രമാണ്. അതായത് ഇൻ്റർമീഡിയറ്റ് വേരിയബിൾ ഒന്നേ ഉള്ളൂ, പക്ഷേ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഇവിടെ രണ്ടെണ്ണം ഉണ്ട്. എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് എസ് ആണ്. അതായത് ഡബ്ല്യു ഒറ്റ ഫംഗ്ഷനേ ഉള്ളൂ, ഒറ്റ വേരിയബിളേ ഉള്ളൂ, എക്സിൻ്റെ ഫംഗ്ഷനാണ് ഡബ്ല്യു. സോ ഇവിടെ നമുക്ക് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ആണ് വരിക. ഇനി എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ആർ ആൻഡ് എസ് ആണ്. ആർ എസ് രണ്ട് വേരിയബിൾസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഡോ എക്സ് ബൈ ഡോ ആർ, പിന്നെ ഡോ എക്സ് ബൈ ഡോ എസ്. സോ ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ ആർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡോ ഡബ്ല്യു ബൈ ഡോ ആർ കിട്ടും. സോ ഡി എക്സ് ബൈ ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഇൻറ്റു ഡോ എക്സ് ബൈ ഡോ എസ് ചെയ്യുമ്പോൾ ഡോ ഡബ്ല്യു ബൈ ഡോ എസ് കിട്ടുന്നു. സോ അതാണ് ഇതിൻ്റെ ട്രീ ഡയഗ്രാം. ഇനി ഇതിൻ്റെ കറക്റ്റ് ട്രീ ഡയഗ്രാം ടെക്സ്റ്റിലുണ്ട്, അത് നോക്കി നിങ്ങൾ വരയ്ക്കണം. ഇതിന് മുമ്പ് ഏതിൻ്റെയും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതും കൂടെ ടെക്സ്റ്റിലുണ്ട്, ഫിഗർ ട്രീ ഡയഗ്രാം, അതുകൂടി നോക്കി വരയ്ക്കുക. അടുത്തത് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ. Suppose 1. The function w equal to f of xy is differentiable, and 2. The equation f of xy equal to 0 defines y implicitly as a differentiable function of x. Say y equal to h of x, then dy by dx equal to minus fx by minus fy. അതാണ് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. അത് ഞാൻ വിശദമായിട്ട് പറയാം. നോക്കാം, w ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ. ദറ്റ് ഈസ് എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. ആൻഡ് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അതിനകത്ത് എക്സ് വൈ രണ്ട് വേരിയബിൾസ് ഉണ്ട്. അതിനകത്ത് വൈ തന്നെ വൈയെ നമുക്ക് എക്സിൻ്റെ ഫംഗ്ഷനാക്കി മാറ്റി എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് സത്യത്തിൽ അവിടെ എത്ര വേരിയബിൾസ് ഉള്ളൂ, രണ്ട് വേരിയബിൾസ് തന്നെ ഉള്ളൂ. എഫ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്, എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്, ആൻഡ് വൈ ഈസ് ഓൾസോ എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. അങ്ങനെ വരുന്ന കേസിലാണ് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഇത് ചെയിൻ റൂൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് കിട്ടും, ഇവിടെ 2 വേരിയബിൾസ് ഉള്ളതുകൊണ്ട് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ്, ഡോ ഡബ്ല്യു ബൈ ഡോ വൈ. ഡോ ഡബ്ല്യു ഡോ എക്സ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, എഫ് എക്സ്, ഡിഫറൻഷിയേറ്റിംഗ് എഫ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഡിഫറൻഷിയേറ്റിംഗ് എഫ് വിത്ത് റെസ്പെക്ട് ടു വൈ, എഫ് ഐ. ഇനി x is a function of x, dx by dx is 1, and dy by dx is derivative of this function. y is a function of x only ആണ്. സോ നമുക്കിവിടെ ടോട്ടൽ ഡെറിവേറ്റീവ് ആണ് dy by dx. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, ചെയിൻ റൂൾ വെച്ച് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഇവാലുവേറ്റ് ചെയ്യാം. ഡി ഡബ്ല്യു ബൈ ഡി എക്സ് ഈക്വൽ ടു എഫ് എക്സ് ഇൻറ്റു 1 പ്ലസ് എഫ് ഐ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ്. ഇത് നമുക്ക് ചെയിൻ റൂൾ വെച്ച് ഡി ഡബ്ല്യു ബൈ ഡി എക്സിൻ്റെ വാല്യൂ ഇവാലുവേറ്റ് ചെയ്തു. സോ നോക്കുക, ഇഫ് ദ ഇക്വേഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0, ദെൻ നമുക്ക് എന്തറിയാം, നമ്മൾ ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണ്. അതിനകത്ത് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 ആകുന്ന കേസിൽ വൈ ഈക്വൽ ടു എച്ച് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിലുള്ള കേസാണ് ഈ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡി ഡബ്ല്യു ബൈ ഡി ടി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, 0 ആയിരിക്കും. ഡി ഡബ്ല്യു ബൈ ഡി ടി ഈക്വൽ ടു 0, ആൻഡ് ദാറ്റ് ഈസ് ദി ചെയിൻ റൂൾ വെച്ച് നമുക്ക് കിട്ടിയ ഈ വാല്യൂ ഈക്വൽ ടു 0 ആണ്. സോ ഇതിൽ നിന്ന് നമുക്ക് സോൾവിങ് ഫോർ ഡി വൈ ബൈ ഡി എക്സ് വി ഗെറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് എഫ് എക്സ് ബൈ മൈനസ് എഫ് വൈ. അതാണ് ചെയിൻ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് എഫ് എക്സ് ബൈ എഫ് വൈ എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് കിട്ടും. ഒന്നുകൂടി വായിക്കാം. സപ്പോസ് ദ ഫംഗ്ഷൻ w ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഈസ് ഡിഫറൻഷ്യബിൾ
and the equation f of xy equal to 0 defines y implicitly as a differentiable function of x, say y equal to h of x, then w equal to f of xy equal to 0 implies dw by dt equal to fx plus fy into dy by dx equal to 0, that is dy by dx equal to minus fx by fy. So w is a function of x and y, and y, yeah, f of xy equal to 0 implies y is a function of h of x, so that dy by dx equal to minus fx by minus fx by fy. അതാണ് ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ. നോട്ട് fy നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം. ആ കേസിലാണ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുക. എൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. ഫൈൻഡ് dy by dx if x square plus sin y minus 2y equal to 0. സോ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 0 എന്ന ഫോമിൽ തന്നിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് dy by dx കണ്ടുപിടിക്കണം. ഈ രണ്ട് മെത്തേഡാണ് ഉള്ളത്. ഫസ്റ്റ് നമുക്ക് ഈ ഫോർമുല വെച്ച് ചെയ്യാം. ദാറ്റ് ഈസ് ടേക്ക് എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് സൈൻ വൈ മൈനസ് 2y. സോ dy by dx ഈക്വൽ ടു മൈനസ് എഫ് എക്സ് ബൈ എഫ് വൈ ആണ്. സോ ഈ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. സോ 2x എന്ന് കിട്ടി. മൈനസ് 2x ഡിവൈഡഡ് ബൈ വിത്ത് റെസ്പെക്ട് ടു y ചെയ്തപ്പോൾ കോസ് വൈ മൈനസ് 2 എന്ന് കിട്ടി. സോ കോസ് വൈ മൈനസ് 2. സോ നമുക്ക് സ്ട്രെയിറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇനി അനദർ വേ എന്ന് പറയുന്നത് ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കുന്നത് dy by dx ആണ്. സോ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ടോട്ടലി ഈ ഇക്വേഷന് കംപ്ലീറ്റ് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. സോ നമുക്ക് എന്തറിയാം, നമുക്ക് കിട്ടും 2x വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ y ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് എന്നുള്ള അസംഷനാണ് ചെയ്യേണ്ടത്. എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്, വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ്. സോ 2x പ്ലസ് കോസ് വൈ ഇൻറ്റു dy by dx മൈനസ് 2 ഇൻറ്റു dy by dx ഈക്വൽ ടു 0. ഓക്കെ, y ഉള്ളിടത്തൊക്കെ നമ്മൾ dy by dx വരും, കാരണം y ഈസ് എ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഓഫ് എക്സ് ആണ്. സോ dy by dxന് നമുക്ക് വേണ്ടി സോൾവ് ചെയ്യുക. dy by dx ഇൻറ്റു കോസ് വൈ മൈനസ് 2 ഈക്വൽ ടു ഈ 2x ഇവിടെ വരുമ്പോൾ മൈനസ് 2x. സോ dy by dx ഈക്വൽ ടു മൈനസ് 2x ബൈ കോസ് വൈ മൈനസ് 2. സോ രണ്ട് സെയിം ആൻസർ കിട്ടി. സോ രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്യാം. ഇതിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് വിത്ത് കൺസ്ട്രെയിൻഡ് വേരിയബിൾസ്. സോ അത് നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ച് കാണാം. Find dou w by dou x if w equal to x square plus y square plus z square and z equal to x square plus y square. ശ്രദ്ധിക്കുക, w എന്ന് പറയുന്നത് ഫങ്ഷൻ ഓഫ് 3 വേരിയബിൾസ് ആണ്. പക്ഷേ അതിനകത്ത് ഒരു വേരിയബിൾ എഗെയിൻ മറ്റ് 2 വേരിയബിൾസിൻ്റെ ഫംഗ്ഷനായിട്ട് എഴുതിയിട്ടുണ്ട്. സോ നമുക്കിവിടെ ചുരുക്കി പറയുമ്പോൾ ഇവിടെ 2 ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസും 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസും പറയാം അല്ലേ. 2 ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ആണ്, 2 ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. അതേതാണെന്ന് നമുക്ക് സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് ഡെറിവേറ്റീവ് മാറുന്നു. സോ ഡോ w by ഡോ എക്സ് കണ്ടുപിടിക്കണം. സോ if we choose w and z as dependent variables and x and y are independent variables, അത് നമ്മൾ w zും ഡിപ്പെൻഡൻറ്റും എക്സും വൈയും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുന്ന ഒരു കേസ്. അങ്ങനെ ചെയ്യുമ്പോൾ നോക്കുക, w is a function of x y z ആണ്. അതിനകത്ത് z is a function of x square and y, x and y ആണ്. അങ്ങനെ അസ്യൂം ചെയ്തു. ദെൻ w z ഡിപ്പെൻഡൻറ്റും എക്സ് വൈ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കേസാണ്. സോ ഇങ്ങനത്തെ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത് കഴിഞ്ഞ് 2 വേരിയബിൾസ് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വേരിയബിൾസിൻ്റെ ടേംസിന് മറ്റുള്ള വേരിയബിൾസിൻ്റെ ടേംസിൽ ആ 2 വേരിയബിൾസിനെ എഴുതുക. അതിനകത്ത് ഒരെണ്ണം എടുത്ത് മറ്റേതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒറ്റ ഫംഗ്ഷനാക്കി എഴുതുക. ദാറ്റ് ഈസ് ഇവിടെ z ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. സോ z ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് എഴുതി. എന്നിട്ട് ഇത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. z-ൻ്റെ സ്ഥാനത്ത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. So w equal to x square plus y square plus x square plus y square the whole square equal to this one. ഇനി നമുക്ക് ഡോ w by ഡോ എക്സ് ആണ് കാണേണ്ടത്. സോ ഇത് എന്ത് ചെയ്താൽ മതി, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഈ ഡബ്ല്യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ വേരിയബിൾസും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. സോ നമുക്ക് ജസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. സോ ഡോ w by ഡോ എക്സ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x വരും. ഇത് 0, ഇത് 4x ക്യൂബ്, ഇത് 4x y സ്ക്വയർ, ഇത് 0 ആയിപ്പോയി.
സോ നമുക്ക് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഈക്വൽ ടു 2x പ്ലസ് 4x ക്യൂബ് പ്ലസ് 4x വൈ സ്ക്വയർ എന്ന് കിട്ടി. അടുത്തത് ഡബ്ല്യു ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ, ഇസഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. കൺസിഡറിങ് എക്സ് ഡബ്ല്യു ആൻഡ് വൈ ആർ ഡിപ്പെൻഡൻറ്റ് ആൻഡ് എക്സ് ആൻഡ് ഇസഡ് ആർ ഇൻഡിപെൻഡൻറ്റ്. ആ കേസിൽ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ ഇവിടെ നമ്മൾ ഡബ്ല്യുയും വൈയും ഡിപ്പെൻഡൻറ്റും എക്സും ഇസഡും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എടുക്കുകയാണ്. സോ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ ടേംസിൽ ബാക്കിയുള്ള വേരിയബിൾസിൻ്റെ ടേംസിൽ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിനെ എഴുതണം. സോ ഡബ്ല്യുയും വൈയുമാണ് ഇവിടുത്തെ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് എഴുതിക്കുന്നത്. സോ ഡബ്ല്യു ഇൻ ടേംസ് ഓഫ് അതർ വേരിയബിൾസ് ആൻഡ് ഇവിടെ വൈ ആണ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് എടുത്തത്. സോ വൈ ഇസ് ഇൻ ടേംസ് ഓഫ് ഇസഡ് ആൻഡ് എക്സ് എഴുതിയിട്ടുണ്ട്. സോ വൈ സ്ക്വയർ ഈക്വൽ ടു ഇസഡ് മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് വന്നത്. ഇനി എന്ത് ചെയ്യുക, ഈ ഒരെണ്ണം നമ്മൾ മറ്റേതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ വൈ സ്ക്വയറിന് പകരം ഇസഡ് മൈനസ് എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഡബ്ല്യു ഈക്വൽ ടു എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് ഇസഡ് ആയിട്ട് കിട്ടും. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ പ്ലസ് ഇസഡ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ, ദാറ്റ് ഈസ് ഇസഡ് പ്ലസ് ഇസഡ് സ്ക്വയർ. സോ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മതി. ഇവിടെ എക്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് എന്തായി, 0 ആയിപ്പോയി. സോ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഈക്വൽ ടു 0. നെക്സ്റ്റ് ഇതിൻ്റെ ജനറലായിട്ട് ഇതിൻ്റെ മെത്തേഡാണ് എഴുതിയിരിക്കുന്നത്. ഹൗ ടു ഫൈൻഡ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് വെൻ ദ വേരിയബിൾസ് ഇൻ ഡബ്ല്യു ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഇസഡ് ആർ കൺസ്ട്രെയിൻഡ് ബൈ അനദർ ഇക്വേഷൻ. അതിന് സ്റ്റെപ്പായിട്ട് എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ, ഡിസൈഡ് വിച്ച് വേരിയബിൾസ് ആർ ടു ബി ഡിപ്പെൻഡൻറ്റ് ആൻഡ് വിച്ച് ആർ ടു ബി ഇൻഡിപെൻഡൻറ്റ്. ഫസ്റ്റ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസിനെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് തീരുമാനിക്കണം. അതിനുശേഷം എന്ത് ചെയ്യണം, എലിമിനേറ്റ് ദ അതർ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ഇൻ ദ എക്സ്പ്രഷൻ ഫോർ ഡബ്ല്യു. സോ ഡബ്ല്യു ഒരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിരിക്കും, പിന്നെ മറ്റൊരു ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ടാവുമല്ലോ. അതിനെ നമ്മൾ എലിമിനേറ്റ് ചെയ്ത് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസിൻ്റെ ടേംസിലാക്കി ഫംഗ്ഷനെ മാറ്റിയെടുക്കുക. സോ ഇവിടെ ചെയ്തതുപോലെ ഇവിടെ നോക്കുക, വൈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയിരുന്നു. സോ വൈനെ നമ്മൾ ഇസഡിൻ്റെ എക്സിൻ്റെയും ടേംസിൽ മാറ്റി. അപ്പോൾ നമ്മൾ ഈ എക്സ്പ്രഷനകത്തുനിന്ന് വൈനെ എലിമിനേറ്റ് ചെയ്തു. അതേപോലെ ചെയ്യണം. ദെൻ ഡിഫറൻഷ്യേറ്റ് ആസ് യൂഷ്വൽ. അതിനുശേഷം നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഇത് പറ്റാത്ത കേസുകൊണ്ട് ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റി. ഇനി ചില കേസിൽ നമുക്ക് ഈ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ വൈ, ഇവിടെ വൈ സ്ക്വയർ ഉള്ളത് കൊണ്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എളുപ്പമായി. ചില കേസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നത് ബുദ്ധിമുട്ടായിട്ട് വരും. ആ കേസിൽ എങ്ങനെ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇഫ് വി ക്യാനോട്ട് ക്യാരി ഔട്ട് സ്റ്റെപ്പ് 2 then differentiate both the equations as they are and try to solve for dou w by dou x. അങ്ങനെയുള്ള കേസിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും നടത്താൻ പോകണ്ട, നേരെ ഡബ്ല്യുവിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, അതുപോലെ ഈ ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അതിൽ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഇവാലുവേറ്റ് ചെയ്ത് എടുക്കാം. അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് കാണാം. ഫൈൻഡ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് അറ്റ് ദ പോയിൻറ്റ് എക്സ് വൈ ഇസ് ഈക്വൽ ടു 2 minus 1 1 if w equal to x square plus y square plus z square and z cube minus xy plus yz plus y cube equal to 1 and x and y are the independent variables. So ഇവിടെ x ഉം y ഉം ആണ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് എന്ന് തന്നിട്ടുണ്ട്. സോ w and z are dependent variables. സോ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, സ്റ്റെപ്പ് 1 വെച്ച് നമ്മൾ ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഡിറ്റർമൈൻ ചെയ്തു. ഈ സ്റ്റെപ്പ് 2 വെച്ച് എന്താണ് ചെയ്യേണ്ടത്, ഇതിനകത്തുനിന്ന് ഡബ്ല്യുവിൻ്റെ എക്സ്പ്രഷനിൽ നിന്നും ഡിപ്പെൻഡൻറ്റ് വേരിയബിളായ ഇസഡിനെ എലിമിനേറ്റ് ചെയ്യണം. സോ ഇസഡിന് പകരം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. നോക്കിയാൽ ഇവിടെ ഇസഡ് ക്യൂബിൻ്റെ ടേംസിലാണ് ഇവിടെ കിടക്കുന്നത്. ഇസഡ് ക്യൂബ് ഇവിടെ ഇസഡും ഉണ്ട്. സോ നമുക്ക് ഇതിനകത്തുനിന്ന് ഇസഡിനെ മാത്രമായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സോ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ പറ്റുന്നില്ല, അതായത് സ്റ്റെപ്പ് 2 പറ്റുന്നില്ല. സോ അപ്പോൾ നമ്മൾ ഈ മെത്തേഡാണ് വേണ്ടത്. എന്താണ് ചെയ്യുന്നത്, ഡിഫറൻഷ്യേറ്റ് ബോത്ത് ദ ഇക്വേഷൻസ് ആസ് ദേ ആർ. അതായത് നമ്മൾ ഈ ഇക്വേഷനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതുപോലെ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ആണ്. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് ചെയ്യേണ്ടത്. ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു, ഇതിനെയും വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു. അതാണ് ഇവിടെ ചെയ്യുന്നത്. സോ എഴുതിയിരിക്കുന്നത് നോക്കാം. ഇറ്റ് ഈസ് നോട്ട് കൺവീനിയൻറ്റ് ടു എലിമിനേറ്റ് ഇസഡ് ഇൻ ദ എക്സ്പ്രഷൻ ഫോർ ഡബ്ല്യു. We therefore differentiate both equations implicitly with respect to x, treating x and y are independent variables and w and z are dependent variables. So equations രണ്ടിനെ with respect to x differentiate ചെയ്യുകയാണ്. സോ ഇവിടെ എന്ത് ചെയ്യാം, ഡോ w by ഡോ x ഈക്വൽ ടു
2x പ്ലസ് വൈ ഇവിടെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിളാണ്, അത് 0 ആയിപ്പോയി വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്തപ്പോൾ. ഇസഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. സോ ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2z ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് വരും. അതുപോലെ ഇവിടെ ഈ ഇക്വേഷന് നോക്കുക, ഈ ഇക്വേഷന് ചെയ്തു 3z² ഇൻറ്റു ഇസഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ആൻഡ് വൈ ആണ്. സോ ഡോ ഇസഡ് ബൈ ഡോ എക്സ് മൈനസ് എക്സ് വൈ ആണ്. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ഇവിടെ വൈ വരും, മൈനസ് വൈ പ്ലസ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ ഇവിടെ ഇസഡ് വൈയും ഉണ്ട്. ഇസഡ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് ഇതുകൊണ്ട് നമുക്കിവിടെ വൈ ഈസ് എ കോൺസ്റ്റൻറ്റ് വൈ ഇൻറ്റു ഡോ ഇസഡ് ബൈ ഡോ എക്സ് പ്ലസ് വൈ ക്യൂബ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. സോ 0 ഈക്വൽ ടു 0. ഇതിന് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് നമുക്ക് ഡോ ഇസഡ് ബൈ ഡോ എക്സിനെ സോൾവ് ചെയ്തെടുക്കാം. സോ ഡോ ഇസഡ് ബൈ ഡോ എക്സ് ഈക്വൽ ടു വൈ ബൈ 3z² പ്ലസ് വൈ എന്ന് കിട്ടി. സോ അത് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഈക്വൽ ടു 2x പ്ലസ് 2z ഇൻറ്റു വൈ ബൈ 3z² പ്ലസ് വൈ. സോ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ഈക്വൽ ടു 2x പ്ലസ് 2zy ബൈ 3z² പ്ലസ് വൈ. സോ ഇനി ഇവാലുവേറ്റ് ആയിട്ട് 2 - 1 1 പറഞ്ഞിട്ടുണ്ട്. സോ 2 - 1 1 ഇവാലുവേറ്റ് ചെയ്യുന്നു. എക്സിന് 2, വൈക്ക് -1, ഇസഡിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 3 എന്ന് ആൻസർ കിട്ടുന്നു. നെക്സ്റ്റ് ഒരു നോട്ടാണ്. ടു ഷോ വാട്ട് വേരിയബിൾസ് ആർ അസ്യൂംഡ് ടു ബി ഇൻഡിപെൻഡൻറ്റ് ഇൻ കാൽക്കുലേറ്റിംഗ് ഡെറിവേറ്റീവ് വി യൂസ് ദ ഫോളോവിങ് നൊട്ടേഷൻസ്. സോ നമ്മൾ ഈ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ ഏതൊക്കെ വേരിയബിൾസ് ആണ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെ നൊട്ടേറ്റ് ചെയ്യാറുണ്ട്. ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് അറ്റ് വൈ ഇങ്ങനെ ഡിനോട്ട് ചെയ്ത അതിൻ്റെ അർത്ഥം ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് വിത്ത് എക്സ് ആൻഡ് വൈ ആർ ഇൻഡിപെൻഡൻറ്റ് എന്നാണ് മീനിങ്. അതുപോലെ ഇത് നോക്കാം, ഡോ എഫ് ബൈ ഡോ വൈ അറ്റ് എക്സ് കോമ ടി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഡോ എഫ് ബൈ ഡോ വൈ വിത്ത് വൈ എക്സ് ടി ഈ 3 വേരിയബിൾസ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കീപ്പ് ചെയ്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്നാണ് മീനിങ്. സോ അത് നമുക്ക് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഈ നൊട്ടേഷൻ ആയിരിക്കും തരിക. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ വിത്ത് റെസ്പെക്ട് വൈ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, വിത്ത് ട്രീറ്റിംഗ് എക്സ് ടി വൈ ആസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്നാണ് മീനിങ്. ഒരു എക്സാമ്പിൾ കാണാം. ഫൈൻ ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് അറ്റ് വൈ കോമ ഇസഡ് ഇഫ് ഡബ്ല്യു ഈക്വൽ ടു x² പ്ലസ് വൈ മൈനസ് ഇസഡ് പ്ലസ് സൈൻ ടി ആൻഡ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടി. സോ ഇവിടെ നമ്മൾക്ക് പറഞ്ഞിട്ടുണ്ട് ഡോ ഡബ്ല്യു ഡോ എക്സ് വൈ ഇസഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദാറ്റ് ഈസ് ഫൈൻഡ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ട്രീറ്റിംഗ് എക്സ് വൈ ഇസഡ് ആസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ്. സോ എക്സ് വൈ ഇസഡ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഡബ്ല്യുവും ടിയും ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുക? ടീനെ എക്സിനെയും വൈയുടെ ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ടി ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് നമുക്കറിയാം. സോ അതിന് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം നമുക്ക് ഡബ്ല്യു ഈക്വൽ ടു നമ്മൾ സാധാരണ സ്റ്റെപ്പ് പറഞ്ഞിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ഡിറ്റർമൈൻ ചെയ്തു. സ്റ്റെപ്പ് 2ൽ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനെ എലിമിനേറ്റ് ചെയ്യണം. സോ ഇവിടെ ടീനെ നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ടി ഈക്വൽ ടു എക്സ് പ്ലസ് വൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡബ്ല്യു ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ ഇസഡ് ആയിട്ട് മാറ്റി എഴുതി. ഇനി എന്ത് ചെയ്യണം? ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് അറ്റ് വൈ ഇസഡ് ഡോ ഡബ്ല്യു ബൈ ഡോ എക്സ് ട്രീറ്റിംഗ് എക്സ് വൈ ഇസഡ് ആസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ജസ്റ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ദെൻ നമുക്ക് കിട്ടും 2x പ്ലസ് കോസ്. ഇവിടെ നോക്കാം, ഇത് 0 ആയിപ്പോയി. വിത്ത് റെസ്പെക്ട് എക്സ് ആണ് ചെയ്യുന്നത്. സോ ഇതൊക്കെ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. 0 ഇത് 0. പിന്നെ ഇവിടെ നോക്കാം, സൈൻ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് കോസ് എക്സ് പ്ലസ് വൈ ആയി മാറി. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 2x പ്ലസ് കോസ് എക്സ് പ്ലസ് വൈ എന്ന് കിട്ടി. സോ ഇത്രയേ ഉള്ളൂ. ഈ ഫസ്റ്റ് മോഡ്യൂൾ ഇതോടെ തീരുകയാണ്. ഇപ്പോൾ 2 സെഷൻ എടുത്തതിൽ എല്ലാ എക്സസൈസ് പ്രോബ്ലംസും ചെയ്ത് നോക്കുക. കിട്ടുന്നില്ലാത്തത് ചോദിക്കുക.